The theorem, let T be a linear operator on a finite dimensional vector space V. Let C1, C2, etc. Ck be the distinct characteristic values of T. Let Wi be the null space of T minus Cii. Then the following are equivalent. C1, C2, etc. Ck distinct ആണ്. അതുപോലെ Wi എന്ന് പറയുന്ന W1 is the null space of T minus Cii. എന്നുവെച്ചാൽ T minus C1യുടെ null space ആണ് W1. എന്നുവെച്ചാൽ T minus Ciയുടെ null spaceലുള്ള എലമെന്റ്സ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആൽഫ നിൽക്കുന്ന സെറ്റ് അല്ലെങ്കിൽ ആൽഫയുടെ ആ null സ്പേസ് ആൽഫ നിൽക്കുന്ന സ്പേസ് അത് ഇപ്പൊ C1ന് ഒരു ആൽഫ 1 എന്നുള്ള ബേസിസ് എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് നിൽക്കുന്നത് W1ലായിരിക്കും C1ന്റെ. അപ്പൊ W1 be the null space of T minus Cii. Then T is diagonalized. T is diagonalizable. The characteristic polynomial of T is f of x is equal to x minus e1 raised to d1, x minus e2 raised to d2, etc. x minus ck raised to dk, where dimension of wi എന്ന് പറയുന്നത് di ആണ്. And dimension of v എന്ന് പറയുന്നത് dimension of w1 plus dimension of w2 etc. plus dimension of wk. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. Where c1, c2 etc. ck are distinct ആണ്. അത് റിപ്പീറ്റഡ് ആണെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, റിപ്പീറ്റഡ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂയും ഇത് രണ്ടും കൂടി ഈക്വൽ ആകില്ല. പഴയൊരു പ്രോബ്ലം. ഇത് റിപ്പീറ്റഡ് അല്ലാത്തത് കൊണ്ട്, റിപ്പീറ്റഡ് അല്ലെങ്കിൽ അന്ന് ആ പ്രോബ്ലത്തിൽ ആ തേർഡ് ഓർഡർ മെട്രിക്സ് ആർ ക്യൂബിന്റെ കേസിൽ പ്രോബ്ലത്തിൽ അത് റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് ഡയഗണലൈസബിൾ ആകാഞ്ഞത് ട്രാൻസ്ഫർമേഷൻ. ഇവിടെ റിപ്പീറ്റഡ് അല്ല എങ്കിൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 എക്സെട്ര പ്ലസ് ഡയമെൻഷൻ ഓഫ് WK. ഞാൻ വിമൽ രാജന്റെ ഡൗട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ആദ്യത്തത് 1 implies 2, that is T is diagonalizable. Then there exists a basis diagonalizable ആണെങ്കിൽ there exists a basis B for V consisting of characteristic vectors of T. Diagonalizableന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിസ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ബേസിസ് ബിയോ ബീറ്റ എന്നോ എന്തെങ്കിലും വിളിക്കാം. അതിലുള്ള എലമെന്റ്സ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കൊണ്ട് ഒരു ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിന്റെ മെട്രിക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. whose diagonal entries are C1, C2, C etc. CK. അപ്പൊ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എൻട്രീസ് ഞാൻ ആദ്യം തന്ന ഡെഫിനിഷൻ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു. ടി ആൽഫ 1 ഈക്വൽ ടു C1 ആൽഫ 1, ടി ആൽഫ 2 ഈക്വൽ ടു C2 ആൽഫ 2, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഡയഗണൽ എൻട്രീസിൽ C1, C2 എക്സെട്ര CK ആണ്. വെയർ ഈച്ച് CI ഈസ് റിപ്പീറ്റഡ് എ സർട്ടൻ നമ്പർ ഓഫ് ടൈം. C1 റിപ്പീറ്റഡ് ആണ്, പക്ഷെ ഇവിടെ C1, C2 എക്സെട്ര CK എന്നുള്ളത് റിപ്പീറ്റഡ് അല്ല. അവര് C1, C2 എക്സെട്ര CK ഡിസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷെ C1ന് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. C1 repeated a certain number of times and CI is repeated. That means CI is repeated a certain number of times. That is CI is repeated di times in the main diagonal of the matrix. We can write it as, അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ C1 repeated D1 times, C2 repeated D2 times എക്സെട്ര എന്നാണ്. അപ്പൊ മെട്രിക്സ് ഓഫ് ടിയില് അതിന്റെ ഡയഗണൽ എൻട്രീസ് C1, C2 എക്സെട്ര CK ആണ്. പക്ഷെ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. D1 ടൈംസ് C2 D2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതായി കാണുന്നതാണ് അതിന്റെ ഡയഗണൽ മെട്രിക്സ്. Then the characteristic polynomial of T is f of x is equal to, f of x എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് xi മൈനസ് a എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ, ഈ കാണുന്ന മെട്രിക്സ്. അപ്പൊ ഡിറ്റർമിനന്റ് xi മൈനസ് ദിസ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതി നോക്കിയാൽ അറിയാം xi ഇത് എത്ര ഉണ്ടോ
മെട്രിക്സ് എത്ര ഓർഡറിലാണോ, മെട്രിക്സിന്റെ ഓർഡർ എന്താണോ അത്രയും ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഐ. അപ്പൊ അതിന്റെ എല്ലാം ഡയഗണൽ എൻട്രീസിൽ എക്സ് ഉണ്ടാകും. എക്സ് മൈനസ് എത്ര പ്രാവശ്യം പോകണം? എക്സ് എന്ന് പറയുന്നത് C1 റിപ്പീറ്റഡ് D1 ടൈംസ് ആണ്. അപ്പൊ എക്സ് മൈനസ് C1 റേസ് ടു D1 ടൈംസ് വരും. എക്സ് മൈനസ് C2 റേസ് ടു D2. നിങ്ങളൊരു സാധാരണ തേർഡ് ഓർഡർ എഴുതി നോക്കോളും. എക്സ് ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഫസ്റ്റ് ഡയഗണൽ എലമെന്റ് 1 ആണെങ്കിൽ 1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് വരുന്നത് എക്സ് മൈനസ്, അടുത്താണെങ്കിൽ 2 ഇൻറ്റു എക്സ് മൈനസ് 3. അതായിരിക്കും ഫസ്റ്റ് വരുന്നത്. ബാക്കിയൊക്കെ 0 ആയിട്ട് പോയി പോകും. അപ്പൊ ഇവിടെ അത് D1 ടൈംസും D2 ടൈംസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് C1 റേസ് ടു D1, എക്സ് മൈനസ് C2 റേസ് ടു D2, എക്സെട്ര എക്സ് മൈനസ് CK റേസ് ടു DK. Then we shall prove that dimension of Wi equal to Di for all I equal to 1, 2, 3, etc. up to K. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ് ഡയമെൻഷൻ ഓഫ് Wi എന്ന് പറയുന്നത് Di ആണെന്ന് പ്രൂവ് ചെയ്യണം. Wi എന്താണ്? സിൻസ് Wi is the null space of T minus Cii. അപ്പൊ Wi T minus Cii യുടെ null space ആണ്. But the matrix of T minus Cii with respect to the base is beta is a diagonal matrix. അപ്പൊ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ടി മൈനസ് CI കുറച്ചാലും അതും എന്താണ്? ആ C1 C2 ഇങ്ങനെ കുറച്ച് വരുന്നതും അത് ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. അതിന് മെട്രിക്സിന് മാറ്റം വരുന്നില്ല. മെട്രിക്സ് ഓഫ് C minus C1i with respect to beta is a diagonal matrix. This matrix has exactly Di zeros in the main diagonal. ഇനി ഇതാണ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ഇനി നിങ്ങൾ ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രൂവ് ചെയ്യാറുണ്ടായിരുന്നത് 1 implies 2. ഇനി 2 ഇംപ്ലൈ അതിൽ തന്നെ ഡയമെൻഷൻ ഓഫ് Wi Di എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ Wi എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് ടി മൈനസ് CI. അപ്പൊ ടി മൈനസ് CIയുടെ നൾ സ്പേസ് ആണ് Wi എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡയമെൻഷൻ ഓഫ് Wi എന്ന് പറഞ്ഞാൽ നള്ളിറ്റി ഓഫ് ടി മൈനസ് CI ആണ്. അപ്പൊ ടി മൈനസ് CIയുടെ നള്ളിറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ചെയ്ത പ്രോബ്ലം ആലോചിച്ച് നോക്കുക. ടി മൈനസ് CI വിത്ത് റെസ്പെക്ട് ടു ബീറ്റ എന്നുള്ളത് നമ്മൾ എടുക്കുന്നു. നേരത്തെ നമ്മൾ ടി മൈനസ് ഐ, ടി മൈനസ് 2i ഒക്കെ എടുത്തിരുന്നല്ലോ. അവിടെ കിട്ടിയ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയിരുന്നില്ല, അതുകൊണ്ട് അത് ഡയഗണൽ അല്ല. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ എന്തായിരിക്കും? അത് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പൊ ടി മൈനസ് C1i എടുക്കുന്നു നമ്മൾ. C1 നമുക്കറിയാം. അപ്പൊ ആ പ്രോബ്ലം ആയിട്ട് ആലോചിക്കുക. ടി മൈനസ് C1i എടുക്കുമ്പോൾ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പൊ C1 അവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ടി മൈനസ് C1i വിത്ത് C1 ഇൻറ്റു i ആണ് എടുക്കുന്നത്. അപ്പൊ അവിടുത്തെ C1 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ D1 C1 എന്നുള്ള ആ D1 ടൈംസ് പോയിരിക്കുന്ന ഇവിടെ സീറോസ് ആയി മാറും. ഇത്രയും സീറോസ് ആയി മാറും. അപ്പൊ അത്രയും സീറോസ് ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര CKs സീറോസ് ഉണ്ടെന്നാണ് ഞാൻ ആദ്യം ഉപയോഗിച്ച ഡെഫിനിഷൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ അർത്ഥം ആ മെയിൻ ഡയഗണലിൽ C1 എന്നുള്ള പ്ലേസ് അങ്ങ് സീറോ ആകും. ഇനി C2 ആണ് എടുക്കുന്നതെങ്കിൽ C2 എന്നുള്ള പ്ലേസ് സീറോ ആകും. അപ്പൊ ആ മെയിൻ ഡയഗണലിൽ ടി മൈനസ് C1i ആണ് എടുക്കുന്നതെങ്കിൽ D1 പ്ലേസ് സീറോസ് ആയി മാറും. ഇനി D മൈനസ് C2i ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ D2 സീറോസ് വരും മെയിൻ ഡയഗണലിൽ. അപ്പൊ ദിസ് മെട്രിക്സ് ഹാസ് എക്സാക്ട്ലി Di സീറോസ് ഇൻ ദ മെയിൻ ഡയഗണൽ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് പോയി നോക്കുക. നള്ളിറ്റി ഓഫ് ടി മൈനസ് CI എന്ന് പറഞ്ഞാൽ എത്ര CKs സീറോ ആകുന്നു എന്ന് വെച്ചിട്ടാണ്. എത്ര CKs സീറോ ആയാൽ അതാണ് നൾ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം തുടങ്ങിയത് ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു ആദ്യം തുടങ്ങിയത്? അവിടുത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണല്ലോ. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പൊ സീറോ റോസ് എത്ര ഉണ്ട്? അതാണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. അപ്പൊ നള്ളിറ്റി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഓർഡർ ആണ്. അപ്പൊ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത്, ഇപ്പൊ മെട്രിക്സിന്റെ ഓർഡർ 3 ആണെങ്കിൽ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് 2 ആണെങ്കിൽ നള്ളിറ്റി എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എത്ര സീറോസ് ഉണ്ട്? അപ്പൊ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ് സീറോ ആകുന്നത് എത്ര റോസിലാണ് എന്നുള്ളതാണ് എന്ന് ഞാൻ ഈ ചാപ്റ്റർ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു.
അപ്പൊ നമ്മുടെ നള്ളിറ്റി ടി മൈനസ് C1, ഫോർ എക്സാമ്പിൾ C1 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ C1കൾ മെയിൻ ഡയഗണലിൽ ഇത്രയും സീറോസ് വരും. അപ്പൊ അത്രയും സീറോസ് മെയിൻ ഡയഗണലിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും റോസ് സീറോ ആയി. അതാണ് നള്ളിറ്റിയുടെ നമ്പർ. അപ്പൊ നള്ളിറ്റിയുടെ നമ്പർ, നള്ളിറ്റി ഓഫ് C1i എന്ന് പറയുന്നത് അപ്പൊ എത്രയായി മാറും? D1 ആയി മാറും. അപ്പൊ ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറയുന്നത് എന്താകും? D1 ആകും. കാരണം W1 എന്ന് പറഞ്ഞാൽ അതിന്റെ C1 ക്യാരക്ടറിസ്റ്റിക് വാല്യൂ C1 വരുമ്പോൾ ഉണ്ടാകുന്ന നൾ സ്പേസ് ആണ്. ദാറ്റ് മീൻസ് W1 ഈസ് ദ നൾ സ്പേസ് ഓഫ് Wi now is a null space of T minus C1i. T minus C1iയുടെ null space ആണ് W1. That means W1 ലുള്ള elements, the collection of all alpha such that T minus C1i of alpha equal to 0. That means T alpha equal to C1 alpha വരുന്ന ആൽഫകൾ നിൽക്കുന്ന സ്ഥലമാണ് W1. അപ്പൊ അതെന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്, ഇതിന്റെ നള്ളിറ്റി കിട്ടണമെങ്കിൽ ആ മെയിൻ ഡയഗണലിൽ എത്ര C1കൾ സീറോ ആയി അല്ലെങ്കിൽ എത്ര C2കൾ സീറോ ആയതിനെ ഡിപ്പെൻഡന്റ് ആണ്. അത്രയും റോസ് അപ്പൊ സീറോ ആകും. അപ്പോൾ ഇവിടുത്തെ റാങ്ക് ഓഫ് ദ മെട്രിക്സ് n ആണെങ്കിൽ D1 റോസ് അങ്ങ് സീറോ ആയി കഴിഞ്ഞാൽ ആ D1 ആണ് നള്ളിറ്റി, ബാക്കിയാണ് റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ദിസ് മെട്രിക്സ് ഹാസ് DI സീറോസ് ഇൻ ദ മെയിൻ ഡയഗണൽ. അപ്പൊ C1 ആണെങ്കിൽ D1 സീറോസ് ഇൻ ദ മെയിൻ ഡയഗണൽ. therefore nullity of T minus C1i എന്ന് പറയുന്നത് D1 ആയിരിക്കും, അല്ലെങ്കിൽ nullity of T minus Cii എന്ന് പറയുന്നത് DI ആയിരിക്കും. ദാറ്റ് മീൻസ് ഡയമെൻഷൻ ഓഫ് WI എന്ന് പറയുന്നത് DI ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 implies 2 ഞാൻ പ്രൂവ് ചെയ്തു. ഇനിയും 2 implies 3. Suppose that the characteristic polynomial of T is f of x is equal to x minus c1 raised to d1 etc. x minus ck raised to dk. ഇനി 3 നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ പ്രോബ്ലത്തിലെ ഡയമെൻഷൻ ഓഫ് suppose that the characteristic polynomial എടുത്തു, T is a linear operator on V. Characteristic polynomial f is of degree n, കാരണം dimension of V n ആണ്. But the degree of the polynomial f of x is, ഇവിടെയൊക്കെ f of x എന്ന് എഴുതാം, കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാം. ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എക്സ് മൈനസ് C1 റേസ് ടു D1, ഈ പവർ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് D1 പ്ലസ് D2 എക്സെട്ര പ്ലസ് DK. അപ്പൊ ഡയമെൻഷൻ ഓഫ് V n ആണ്, T ലീനിയർ ഓപ്പറേറ്റർ. അപ്പൊ D1 പ്ലസ് D2 എക്സെട്ര പ്ലസ് DK എന്ന് പറഞ്ഞ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. therefore D1 പ്ലസ് D2 എക്സെട്ര DK ഈക്വൽ ടു n, ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് W1 ഡയമെൻഷൻ ഓഫ് W2 എക്സെട്ര ഡയമെൻഷൻ ഓഫ് WK ഈക്വൽ ടു ദി ഡയമെൻഷൻ ഓഫ് V എന്നാക്കി മാറ്റണം. ഇത് തെറ്റാണ്, ഡയമെൻഷൻ ഓഫ് W അല്ല, നോട്ടിൽ തെറ്റാണ്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യൂ. ദിസ് ഈസ് ഡയമെൻഷൻ ഓഫ് V. അപ്പൊ നമ്മൾ 2 implies 3 എന്നാക്കി. ഇവിടെ ഡബ്ല്യുവിനെ കുറിച്ച് നമ്മൾ മിണ്ടിയിട്ടേ ഇല്ല, അങ്ങനെ ഒരു ഡബ്ല്യു ഇവിടെ ഇല്ല, അത് ഡയമെൻഷൻ ഓഫ് V ആണ്. ഇനി തേർഡ് 3 implies 1. Suppose that dimension of V equal to dimension of W1 etc. plus dimension of WK. ഇത് അവിടെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. Then we have to prove that T is diagonalizable എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ W എന്ന് പറയുന്നത് ഡയമെൻഷൻ W1 പ്ലസ് എക്സെട്ര പ്ലസ് WK, ഈ നൾ സ്പേസുകളുടെ സം ആണ് W എന്ന് എടുക്കുന്നു. therefore W is the subspace of subspace spanned by the union. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. W ഇങ്ങനെ ഒരു സം ആണെങ്കിൽ then the W is the subspace spanned by the union. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് W is a subspace spanned by the union എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളത് W1 W2 എന്നൊക്കെ പറയുന്നത് W1 is the null space of T minus C1i. That means characteristic vectors നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ W1ലെ എലമെന്റ്സ് C1ന്റെ characteristic vectors ആണ്. therefore W is the subspace spanned by the characteristic vectors of T.
ദെൻ ബൈ ദ പ്രീവിയസ് ലെമ്മ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 എക്സെട്ര ഡയമെൻഷൻ ഓഫ് WK. കഴിഞ്ഞ ലെമ്മ അതായിരുന്നു. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയും ഈക്വൽ ആണ്. പക്ഷെ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയുടെ ഈക്വൽ ആകണമെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സ്പേസ് ആകാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്തേ ആകുള്ളൂ? ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി ആകാനേ പറ്റുള്ളൂ. അതും വീണ്ടും നമ്മളുടെ പഴയ തിയറമാണ്. പ്രോപ്പർ സബ്സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എപ്പോഴും ഡയമെൻഷൻ ഓഫ് വിനെക്കാട്ടിയും കുറവായിരിക്കും. അപ്പൊ ഇവിടെ ഇവർ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു വി ആയിരിക്കും. അത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. This shows that the set of all characteristic vectors of T spans V. അതിന്റെ അർത്ഥം ഇത് ഡബ്ല്യുവും വിയും തുല്യമാണെന്ന് പറഞ്ഞാൽ ഡബ്ല്യു എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം സെറ്റ് ഓഫ് ഓൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് സ്പാൻസ് വി. ഓക്കെ, കാരണം ഡബ്ല്യു ഈസ് ദി subspace spanned by all the characteristic vectors. That is also equal to V എന്ന് പറഞ്ഞാൽ V is also the is a vector space spanned by the characteristic vectors. അപ്പോൾ ഒരു ബേസിസിൽ ആരാണുള്ളത്? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണുള്ളത്. അതിന്റെ അർത്ഥം ബൈ ദ ഡെഫിനിഷൻ there exists a basis for V consisting of the characteristic vectors of T. ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണ് ഈ വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. Therefore, by the definition of diagonalizable, T is diagonalizable. T is diagonalized. Okay. അപ്പൊ അതാണ് ഈ ലാസ്റ്റ് തിയറം ഈ സെക്ഷനിൽ. ഞാൻ ഇതൊരു 1 മണിക്കൂർ കൊണ്ട് പറയുന്ന സാധനമാണ് ഞാനിപ്പോൾ 3-4 വീഡിയോ ആയിട്ടും ഒരു ലൈവ് സെക്ഷനായിട്ടും പോകുന്നത്. അതാണ് ഓൺലൈനിലെ ബുദ്ധിമുട്ട്. അപ്പോൾ let T be a linear operator on R cube which is represented in the standard ordered basis by the matrix A. ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണ്, നേരത്തെ ചെയ്ത പോലത്തെ തന്നെ. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കാണണം, ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കാണണം. അത് നിങ്ങൾക്കറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കാണാൻ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണണം. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് xi മൈനസ് എ. അപ്പൊ അതാ എക്സ് ഐ മൈനസ് എ. അപ്പൊ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞില്ലേ, എത്ര ഓർഡർ ആണോ അതേ ഓർഡറിൽ. അപ്പൊ ഡയഗണലിൽ എന്താ വരിക? എക്സ് മൈനസ് 5, എക്സ് മൈനസ് 4, എക്സ് പ്ലസ് 4. ഇതെല്ലാം ഡയഗണൽ മെട്രിക്സ് ആയിരുന്നെങ്കിൽ എന്ത് വരും? ഇതിന്റെ പ്രോഡക്റ്റ് ആണ്. നമ്മളുടെ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അതാണ് നേരത്തെ തിയറത്തിൽ വന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പുറമായിട്ട് തിരിഞ്ഞാലോചിക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് xi മൈനസ് എ, ഇതാണ് ഡിറ്റർമിനന്റ് xi മൈനസ് എ. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ഇത് നിങ്ങൾക്കറിയാം. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഈ പോളിനോമിയൽ കിട്ടി. ഒരു റൂട്ട് 1 ആണെന്ന് എടുത്തു, എന്നിട്ട് ആ റൂട്ട് എക്സ് മൈനസ് 1 എന്നുള്ള 1 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എക്സ് മൈനസ് 1 എന്നുള്ള ഫാക്ടർ കൊണ്ട് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്തു, അടുത്ത ഫാക്ടർ കിട്ടി എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഇത് നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെ അല്ലേ? അപ്പൊ നമ്മള് എ മൈനസ് ഐയും കണ്ടു, എ മൈനസ് 2 കണ്ടു, സെയിം തന്നെ. ഞാനിത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആൽഫ കിട്ടി. ആൽഫ 1 3 മൈനസ് 1 3 ഈസ് ഇൻ ദ നൾ സ്പേസ് ഓഫ് ടി മൈനസ് ഐ. സെയിം അല്ലേ? ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ? ഓക്കെ. എ മൈനസ് 2i കണ്ടു. അപ്പോൾ എ മൈനസ് 2i കണ്ടപ്പോൾ ഉള്ള മെട്രിക്സ് കിട്ടി. അപ്പൊ റാങ്ക് നള്ളിറ്റിയും കിട്ടി, ആ ഇക്വേഷൻസ് കിട്ടി. വ്യത്യാസമുണ്ട്, അത് സോൾവ് ചെയ്തു. സോൾവ് ചെയ്തപ്പോൾ സെയിം അല്ല. അപ്പൊ നമുക്ക് x2 ഈക്വൽ ടു എ, x3 ഈക്വൽ ടു ബി, x1 ഈക്വൽ ടു 2 ഇൻറ്റു എ പ്ലസ് ബി. ഇത് ഞാൻ സോൾവ് ചെയ്യുന്ന കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വെറുതെ സമയം വീഡിയോയിൽ കളയണ്ട. നിങ്ങൾക്കറിയാം, ഡിറ്റർമിനന്റ് എ മൈനസ് 2i കണ്ടു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് എ മൈനസ് 2i മെട്രിക്സ് എ മൈനസ് 2i കണ്ട് കാനോണിക്കൽ ഫോമിൽ റെഡ്യൂസ് ചെയ്തപ്പോൾ ഒറ്റ റോയേ ഉള്ളൂ, 2 എണ്ണം. അപ്പം ടി മൈനസ് 2iയുടെ നൾ സ്പേസ് നള്ളിറ്റി എന്ന് പറയുന്നത് 2 ആണ്, റാങ്ക് 1 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ പറയുന്നത് എത്ര സീറോസ് ഉണ്ട്. അപ്പൊ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എൻട്രീസിൽ എത്ര സീറോസ് ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ടി മൈനസ് C1i എന്ന് പറയുന്നത് C1കള് നള്ളിറ്റി ഓഫ് ടി മൈനസ് C1i എന്ന് പറയുന്നത്, C1i എന്ന് പറയുമ്പോൾ ആ C1കളെല്ലാം സീറോ ആകും. അപ്പം D1 C1കൾ D1 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ D1 ഡയഗണൽ എൻട്രീസ് സീറോ ആയി മാറും. അതായിരിക്കും നള്ളിറ്റി ഓഫ് ടി മൈനസ് C1i എന്നാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത്. അതിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറയുന്നത് D1 ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് നള്ളിറ്റി എന്ന് പറയുന്നത്. നള്ളിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻ ആണ്.
അപ്പം എന്നിട്ട് നമ്മൾ പറയുന്നു -2. അപ്പം നമുക്ക് മെട്രിക്സ് കിട്ടി. ഇനി അത് ഹോമോജീനിയസ് സിസ്റ്റം സോൾവ് ചെയ്യുമ്പോൾ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഒറ്റ ഇക്വേഷൻ വരുമ്പോൾ രണ്ട് വേരിയബിളിന് കോൺസ്റ്റന്റ് വാല്യൂസ് എയും ബിയും കൊടുത്ത് അങ്ങനെ മൂന്നാമത്തെ വേരിയബിൾ x1 കിട്ടി. അപ്പൊ നമ്മളുടെ ഇതാണ് നമ്മുടെ ആൽഫ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് x1 x2 x3 എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ഹോമോജീനിയസ് സിസ്റ്റം കാണുമ്പോൾ അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ a1നും b1നും എക്കും ബിക്കും ഓരോ വാല്യൂസ് റിപ്പീറ്റ് കൊടുത്തു. ഇവിടെ 1ഉം 0, അപ്പുറത്ത് തിരിച്ച് 0ഉം 1ഉം കൊടുത്തപ്പം നമുക്ക് കിട്ടിയത് α2 എന്ന് പറയുന്നത് 210 ആൻഡ് α3 എന്ന് പറയുന്നത് 201 എന്ന് കിട്ടി. കാരണം നമ്മൾ എയും ബിയും ഉണ്ടായതുകൊണ്ട് എക്കും ബിക്കും മാറി മാറി വാല്യൂസ് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ലെറ്റ് W1 and W2 be the space of characteristic vectors associated with the characteristic values 1 and 2 respectively. Then consider the matrix A minus I and A minus 2I. A minus I കണ്ടു, A minus 2I കണ്ടു. റാങ്ക് ഓഫ് എ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. റാങ്ക് ഓഫ് എ മൈനസ് 2I എന്ന് പറയുന്നത് 1 ആണ്. റാങ്ക് ഓഫ് എ മൈനസ് ഐ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നളിറ്റി ഓഫ് ടി മൈനസ് ഐ എന്ന് പറയുന്നത് 1 ആണ്. നളിറ്റി ഓഫ് ടി മൈനസ് 2I എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറയുന്നത് 1 ആണ്. ഡയമെൻഷൻ ഓഫ് W2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ ഡയമെൻഷൻ ഓഫ് W2 2 ആണ് നമുക്ക് കിട്ടിയത്. Thus dimension of W1 plus dimension of W2 എന്ന് പറയുന്നത് 3 കിട്ടി. That is the dimension of R cube. അപ്പൊ നമ്മളുടെ ഇവിടെ by the above theorem T is diagonalizable. That is we shall find a basis for R raised to 5 consisting of characteristic vectors of T. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തി വരും. നേരത്തെ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, വിമൽരാജ് പറഞ്ഞത് വെച്ചിട്ട് ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് റിപ്പീറ്റ് ചെയ്തു. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് റിപ്പീറ്റ് ചെയ്തിട്ടും അതിന്റെ 2ന്റെ നൾ സ്പേസിൽ നമുക്ക് 2 വെക്ടേഴ്സ് കിട്ടി. കാരണം 2ന്റെ റാങ്ക് 1ഉം നള്ളിറ്റി 2 ആണ്. അപ്പൊ നമുക്ക് നള്ളിറ്റി 2 ആണെങ്കിൽ ഡയമെൻഷൻ നൾ സ്പേസിന്റെ ഡയമെൻഷൻ 2 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് റിപ്പീറ്റഡ് ആണെങ്കിലും, നേരത്തെ ഇവൻ ചോദിച്ചു റിപ്പീറ്റഡ് ആയതുകൊണ്ട് അത് 2 എന്ന് വരുന്നത് കൊണ്ട് അത് ഡയഗണലൈസബിൾ അല്ലേ എന്ന്. 2 അവിടെ വന്നപ്പോൾ അത് ഡയഗണലൈസബിൾ അല്ല. കാരണം അവിടെ നള്ളിറ്റി 1 ആണ്. അപ്പൊ നള്ളിറ്റി 1ഉം മറ്റതും 1 ആകുമ്പോൾ രണ്ട് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 കൂട്ടുമ്പോൾ 2A കിട്ടുന്നുള്ളൂ. അത് ഡയമെൻഷൻ ഓഫ് W2A കിട്ടുന്നുള്ളൂ. അപ്പൊ അത് പ്രോപ്പർ സബ്സ്പേസ് ആയി മാറി. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ബി ആയിട്ട് ഈക്വൽ അല്ല. അതുകൊണ്ട് ആ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ബേസിസ് എലമെന്റ്സ് ആകത്തില്ല, ബേസിസിന്റെ പാർട്ടേ ആകുള്ളൂ. ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ എത്തുമ്പോൾ 2 തന്നെയാണ്, റിപ്പീറ്റഡ് റൂട്ട്സ് തന്നെയാണ്. പക്ഷേ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തതിന്റെ നള്ളിറ്റി ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറയുന്നത് 1ഉം ഡയമെൻഷൻ ഓഫ് W2 2 ആണ് കിട്ടിയത്. അപ്പൊ 2 വെക്ടേഴ്സ് അതിന്റെ ബേസിസിൽ വന്നേ പറ്റുള്ളൂ. അങ്ങനെ 3 വെക്ടേഴ്സ് മൊത്തത്തിൽ ഡബ്ല്യുവിന്റെ ബേസിസിൽ വന്നു. W എന്ന് പറഞ്ഞാൽ W1 പ്ലസ് W2, അതിന്റെ ബേസിസിൽ 3 വെക്ടേഴ്സ് വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ W എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സ്പേസ് അല്ല, W ഈക്വൽ ടു V തന്നെയാണ്. അപ്പൊ ഡയമെൻഷൻ ഓഫ് Wയും ഡയമെൻഷൻ ഓഫ് Vയും ഈക്വൽ ആണ്. മറ്റിടത്ത് റിപ്പീറ്റഡ് ആണെങ്കിലും അതിന്റെ ഡയമെൻഷൻ വ്യത്യാസമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരിടത്ത് പറഞ്ഞു ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നെങ്കിൽ ആ സെന്റൻസ് അപ്പൊ തെറ്റാണ്. എന്തായാലും ഞാൻ പറഞ്ഞ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കിട്ടുമ്പോൾ അത് ഡയഗണലൈസബിൾ എന്നല്ല. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് അല്ല, ലോറെണ്ണർ റിപ്പീറ്റഡ് ആണ്. പക്ഷെ എന്നാലും നമുക്കത് ഡയഗണലൈസബിൾ ആണ്. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് ഇതാണ് അതിന്റെ അർത്ഥം. T is diagonalizable, then there exists a basis for V consisting of characteristic vectors of T. T is diagonalizable, then the characteristic polynomial of T ഇതാണെങ്കിൽ x minus c1 raised to ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ തിരിച്ചില്ല, 2 implies 1 ഇല്ല. ഇങ്ങനെ കിട്ടിയാൽ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഇങ്ങനെ കിട്ടിയ റിപ്പീറ്റഡ് ആണ്, പക്ഷേ ഡയഗണലൈസബിൾ അല്ല. ഇവിടെ ആണെങ്കിൽ നമ്മൾ 1 implies 2, 2 implies 3 and 3 implies 1 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ നമ്മളുടെ ഈ പ്രോബ്ലം നമ്മൾ എത്തി A-I A-2I അങ്ങനെ A-2Iയുടെ റാങ്ക് 1 ആയി. T-Iയുടെ നൾ സ്പേസിൽ 2 വെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ സോൾവ് ചെയ്ത് α2 α3 അതുകൊണ്ട് അവര് റാങ്ക് ഓഫ് നള്ളിറ്റി ഓഫ് T-2I 2 ആണ്, നള്ളിറ്റി ഓഫ് T-I 1 ആണ്, ഡയമെൻഷൻ ഓഫ് W1 1 ആണ്, ഡയമെൻഷൻ ഓഫ് W2 2 ആണ്. അപ്പൊ ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 എന്ന് പറയുന്ന ഡയമെൻഷൻ ഓഫ് W3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് R ക്യൂബ്. We shall find a basis for R raised to 5 consisting of characteristic vectors. By the above theorem, T is diagonalizable. We shall find a basis for R raised to 5 consisting of characteristic vectors of T, and they are ഒരു മിനിറ്റ്, R raised to 5 അല്ലല്ലോ, R ക്യൂബ് അല്ലേ, R ക്യൂബ് ആണ്. അപ്പൊ ഇവിടെ α1 α2 α3 α1 ഇവിടെ A-A/3A. അപ്പോൾ A-A/3A എന്നുള്ള വെക്ടറും A-A/3A. അപ്പൊ ഇതാണ് ഒരു ആൽഫ, ആദ്യത്തെ നമ്മുടെ α1. അതിന് നമ്മൾ A=1 കൊടുത്തപ്പോൾ ഒരു വെക്ടർ കിട്ടി. അപ്പൊ α1 ഇതാണ്, α2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച α3 ഇതാണ്. അപ്പൊ T ഡയഗണലൈസബിൾ ആണ്. അപ്പൊ ഇവര് മൂന്നുപേരും α1 α2 α3 ഫോം എ ബേസിസ് ഫോർ R ക്യൂബ്. അപ്പൊ ഇവിടെ R⁵5 എന്നുള്ളത് മാറ്റിയിട്ട് R ക്യൂബ് എന്നാക്കണം. ഇനി നമ്മൾ അതിന്റെ T കാണുന്നു. T ഓഫ് x1 x2 x3 തന്നിരിക്കുന്ന അതേ മെട്രിക്സിൽ ഫസ്റ്റ് റോ എടുത്തു, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. തന്നിരിക്കുന്ന അതേ മെട്രിക്സിൽ നമ്മൾ T ഓഫ് x1 x2 x3 എടുക്കുന്നു. കാരണം ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് ഇതാണ്. വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസിലെ മെട്രിക്സ് ആ തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T എന്ന് പറയുന്നത് 5x1 6x2 6x3 6x3 -x1 4x2 2x3 അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുക. അങ്ങനെ നമ്മൾ T എഴുതി. T ഓഫ് x1 x2 x3 എഴുതി. അപ്പൊ അതിന്റെ ബേസിസ് നമ്മൾ കണ്ടു. ഇനി T ഓഫ് x1 x2 x3 എഴുതി. ഇനി T ഓഫ് α1 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇത് കിട്ടി. T ഓഫ് α1 എന്ന് പറയുന്നത് α1 അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 3 - 1 3. അപ്പൊ T ഓഫ് α1 ഈക്വൽ ടു 1 ഇൻറ്റു α1 എന്ന് നമ്മൾ എഴുതി. ദിസ് ഇസ് സെയിം ആസ് α1. ഇത് രണ്ടും സെയിം ആണ്. സിമിലർലി T ഓഫ് α2 2 α2 എന്ന് കിട്ടും. T ഓഫ് α3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ 2 α3 എന്നും കിട്ടും. അപ്പൊ ഇതാണ് T ഓഫ് x1 x2 x3. അപ്പൊ ഇത് മൂന്നും ബേസിസ് ആണെങ്കിൽ ഈ x1 x2 x3ക്ക് പകരം ആദ്യം α1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. α1 x1 x2 x3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ α2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ α3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അവർ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണെന്നുള്ളത് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ T വെക്ടർ സ്പേസ് R ക്യൂബിന്റെ ഒരു ബേസിസ് β' ഈക്വൽ ടു α1 α2 α3 form a basis of R cube consisting of the characteristic vectors, and T α1 is 1 α1, T α2 is 2 α2, and T α3 is 2 α3. കാരണം ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിന് ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒന്നും അതിൽ കൂടുതലും ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആകാം. അവർ നിൽക്കുന്ന സ്പേസിനാണ് ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ 2ന് 2 ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ മൾട്ടിപ്പിൾസും ആ സ്പേസിൽ ഉണ്ടാകും. ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എന്ന് പറയുന്ന W2 ഉണ്ടാകും. കഴിഞ്ഞ പ്രോബ്ലത്തിലെ 2ന് ഒറ്റ ക്യാരക്ടറിസ്റ്റിക് വെക്ടറേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2ന് 2 ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഉണ്ട്. Therefore, ഈ മെട്രിക്സ് വെച്ചിട്ട് T α1 is α1, T α2 is 2 α2 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് മെട്രിക്സ് ഓഫ് ദിസ് T വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ് കാണാൻ നമുക്ക് എന്ത് എഴുതിയാൽ മതി? T α1ന്റെ കോർഡിനേറ്റിനെ ഫസ്റ്റ് കോളത്തിൽ എഴുതി, T α2ന്റെ കോർഡിനേറ്റിനെ സെക്കൻഡ് കോളത്തിൽ എഴുതി, T α3യുടെ കോർഡിനേറ്റിനെ തേർഡ് കോളത്തിൽ എഴുതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പൊ ഈ α1 α2 α3 കിട്ടി, അവർ ബേസിസ് ഫോം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ദാറ്റ് ഈസ് T എന്ന് പറഞ്ഞ ലീനിയർ ട്രാൻസ്ഫർമേഷൻ നമ്മൾ കാണുന്നു. കാരണം മെട്രിക്സ് അറിയാമെങ്കിൽ ലീനിയർ ട്രാൻസ്ഫർമേഷന്റെ ഫോം എഴുതാം. ആ ലീനിയർ ട്രാൻസ്ഫർമേഷനകത്ത് α1 α2 α3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ റിലേഷൻ കിട്ടി.
ഈ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടി ആൽഫ 1 ഈസ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ 0 ആൽഫ 2 പ്ലസ് 0 ആൽഫ 3 എന്നാണ്. അപ്പൊ അത് ഇവിടെ ഇടാം. അപ്പൊ ഇത് ഫസ്റ്റ് കോളത്തിൽ ഇട്ടു. ടി ആൽഫ 1 ഈസ് ആൽഫ 1. അപ്പൊ 1 0 0. ടി ആൽഫ 2ന്റെ കോർഡിനേറ്റ് 0 2 0. ടി ആൽഫ 3യുടെ കോർഡിനേറ്റ് 0 0 2. അതപ്പോ എന്തായി? ഒരു ഡയഗണൽ മെട്രിക്സ് ആയി മാറി. അപ്പൊ നമ്മൾ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ബേസിസ് ആയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ എഴുതുന്ന ആ ലീനിയർ ട്രാൻസ്ഫർമേഷന്റെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പൊ അത് ഡയഗണൽ മെട്രിക്സ് ആയി. അപ്പൊ നമ്മൾ കഴിഞ്ഞ തിയറംസ് ഒക്കെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൂടെ നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പം ടി ഡയഗണലൈസബിൾ ആണ്. ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് അതിന്റെ ബേസിസ് ഫോം ചെയ്തു. ആ ബേസിസ് വെച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണെങ്കിൽ അത് ഈ 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ 3 ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ് ബി ഡാഷ് എഴുതാൻ പറ്റും. ആ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ഡാഷ് എഴുതുമ്പോൾ അതൊരു ഡയഗണൽ മെട്രിക്സ് ആയി മാറും. അതുകൊണ്ട് നമ്മൾ ഇതുവരെയുള്ള ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇതിൽ വെരിഫൈ ചെയ്തു. ഇനി ഇതുപോലത്തെ പ്രോബ്ലം ചെയ്യണം. ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്ന പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് കൊടുത്തതാ. ശരിക്കും ഞാനായാലും കഴിഞ്ഞ ടീച്ചറായാലും അത് അവർ ചെയ്തതാണ്. അത് നോക്കി കോപ്പി അടിക്കരുത്. അത് സ്വന്തം ചെയ്യണം. വെറുതെ ഇപ്പൊ എഴുതി അങ്ങ് വെച്ചിട്ടുണ്ടാവും. ഇത് സ്വന്തം ചെയ്യണം. അതിന്റെ താഴത്തതും ഹോംവർക്കാണ്, സ്വന്തം ചെയ്യണം. അതൊക്കെ സ്വന്തം അവർ ഹോംവർക്ക് ചെയ്തിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്ന് സ്വന്തം ചെയ്ത് നോക്കുക. അടുത്തതും അതെ, അടുത്തത് സ്വന്തമായി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇതെല്ലാം സ്വന്തമായി ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് വരിക. അടുത്ത സെക്ഷൻ അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ് ആണ്. അത് ഞാൻ അടുത്ത സെക്ഷനിൽ എടുക്കും. ലാസ്റ്റ് കിടക്കുന്നത് സ്വന്തമായിട്ട് ബുക്ക് നോക്കാതെ നിങ്ങൾ ചെയ്തതിന് ശേഷമേ ബുക്കിലോട്ട് നോക്കാവൂ പ്ലീസ്. അത് ഹോംവർക്ക് അറിയാണ്ട് ഞാൻ ഇട്ടുപോയതാണ്. അത് ഇടുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. പ്രോബ്ലംസ് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അടുത്തത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽസ്.